Divisional Accountant Officer Important Questions Part 10 From Trading and Profit and Loss Account and Balance Sheet 114th question. Marshalling the items from most liquidity to least liquidity. താഴെ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ മോസ്റ്റ് ലിക്വിഡിറ്റിയിൽ നിന്ന് ലീസ്റ്റ് ലിക്വിഡിറ്റിയിലോട്ട് എഴുതാനാണ്. ലിക്വിഡിറ്റി നമുക്ക് എന്താണെന്നറിയാം. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ താഴെ എന്തൊക്കെ ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്? സൺട്രി ഡെറ്റേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗുഡ് വില്ല്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. അപ്പോൾ നമുക്കിതിനെ മോസ്റ്റ് ലിക്വിഡിൽ നിന്ന് ലീസ്റ്റ് ലീഡ്. അപ്പം ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത് ഏതാണ്? ഈ താഴെ തന്നിരിക്കുന്നതിൽ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കുമാണ്. അപ്പോൾ അത് ആദ്യം വരും. അത് കഴിഞ്ഞ് കുറച്ച് മോഡറേറ്റ് ആയിട്ട് ലിക്വിഡിറ്റി ഉള്ളത് ഏതാണ്? സൺട്രി ഡെറ്റേഴ്സ്. നമുക്ക് പൈസ തരാനുള്ളത്, നമ്മളെ ഫേമിലേക്ക് പൈസ തരാനുള്ള ആൾക്കാർ, ചിലപ്പോൾ അവർ ഒരു മാസത്തിനുള്ളിൽ പൈസ കൊണ്ട് തരാം. സൺട്രി ഡെറ്റേഴ്സ്. പിന്നെ വരുന്ന ഏതാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? അതിന് ലെസ് ലിക്വിഡിറ്റിയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനെന്താണ്? ലിക്വിഡിറ്റി കുറവാണ്. പിന്നെ എന്താണ്? ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് ലിക്വിഡിറ്റി തീരെ കുറവാണ്. അത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് എന്താണ്? ലീസ്റ്റ് ലിക്വിഡിറ്റിയിൽ ഏറ്റവും അവസാനം വരുന്നത് ഗുഡ് വില്ല്. നമുക്ക് എന്താ പറയുക, ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അത് നമുക്ക് ഇതിനൊരു നിശ്ചിത വില പറയാനേ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ടാറ്റ എന്ന് പറയുന്ന കമ്പനിക്ക് ആ പേരിനൊരു വാല്യൂ ഉണ്ട്, പക്ഷെ നമുക്കത് ലിക്വിഡിറ്റി ഫോർമാറ്റിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം എങ്ങനെയാണിത് മോസ്റ്റ് ലിക്വിഡിറ്റിയിൽ നിന്ന് ലീസ്റ്റ് ലിക്വിഡിറ്റിയിലോട്ട് വരുമ്പോൾ ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെറ്റേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഗുഡ് വില്ല്. നെക്സ്റ്റ് 115th ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ₹30,000, സെയിൽസ് ₹1 lakh, ഗ്രോസ് പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ്, പർച്ചേസ് 60,000, ഡയറക്റ്റ് വേജ് 7,000. ഫൈൻഡ് ഔട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് എന്ത് കാണാനാണ് പറഞ്ഞേക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് കാണാൻ വേണ്ടിയാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് ഈ സെയിൽസിൻ്റെ 20% ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. സെയിൽസ് എത്രയുണ്ട്? 1 lakh ഉണ്ട്. 1 lakhൻ്റെ 20% എന്ന് പറയുമ്പോൾ എത്ര വരും? ഗ്രോസ് പ്രോഫിറ്റ് 20,000 വരും. പർച്ചേസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് വേജ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ച് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് കാണണം. ഓപ്പണിംഗ് സ്റ്റോക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പം നമുക്ക് സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും കൂടെ എന്തൊക്കെ മൈനസ് ചെയ്യണം? പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസും ഗ്രോസ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുന്നത് മൈനസ് ചെയ്യണം. അപ്പം ഇക്വേഷൻ എന്താണ്? സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഏതൊക്കെ ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്യണം? പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസും ഗ്രോസ് പ്രോഫിറ്റും ആഡ് ചെയ്യുന്നത് സെയിൽസിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ സെയിൽസ് എത്ര തന്നിട്ടുണ്ട്? 1 lakh തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്? 30,000. ബാക്കി നമുക്ക് പർച്ചേസ് അറിയാം, 60,000 ഉണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസസ് എത്രയാണ്? നമുക്കിവിടെ ഏതാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്? വേജ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, 70,000. പ്രോഫിറ്റ് നമ്മളെങ്ങനെ കണ്ടു? 20,000 നമുക്ക് തന്നിട്ടില്ലായിരുന്നു, പക്ഷെ പറഞ്ഞിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് എന്താ? 20% ഓഫ് സെയിൽസ്. അപ്പോൾ 1 lakhൻ്റെ 20% ആണ് 20,000 അവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നത്. ആ 3 എമൗണ്ടും കൂടെ കൂട്ടുന്നത് നമ്മൾ 1,30,000 നിന്ന് കുറയ്ക്കണം. അപ്പം 60,000, 7,000, 20,000 കൂടെ കൂട്ടുമ്പം 87,000 എന്ന് വന്നു. അത് നമ്മൾ എന്തിൽ നിന്ന് കുറച്ചു? സെയിൽസിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും. 1,30,000 നിന്ന് 87,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 43,000 എന്ത് കിട്ടുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണാനുള്ള ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ഏതൊക്കെയാണ്? നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം? ആദ്യം സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്തൊക്കെയാണ് മൈനസ് ചെയ്യേണ്ടത്? പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഗ്രോസ് പ്രോഫിറ്റ്. അപ്പം സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ എത്ര വന്നു? 43,000. നെക്സ്റ്റ് 116th ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കാം. എ, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ടോട്ടൽ റവന്യൂ. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ആണെന്നാണ് പറയുന്നത്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? അത് നമുക്കറിയാം. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് റവന്യൂ ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്തിൻ്റെയൊക്കെ ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? നെറ്റ് റവന്യൂവിൻ്റെയും
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെയും ഡിഫറൻസ് ആണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ്. അപ്പം നമുക്കറിയാം ടോട്ടൽ റവന്യൂ എന്താണ് ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ടോട്ടൽ റവന്യൂ. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. നെക്സ്റ്റ് ബി എന്താ പറയുന്നത്? ഇൻ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് അപ്പിയേഴ്സ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ബിക്കോസ് ഇറ്റ് ഫോംസ് ദ പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് സെയിൽസ് ഫോർ ദ കറണ്ട് അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ എന്താ പറയുന്നത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്? ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എന്ത് വരുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത്. എന്തുകൊണ്ടാണ്? ഇതെന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടിങ് ഇയറിൻ്റെ പാർട്ടാണ്. എന്ത് പാർട്ടാണ്? കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ പാർട്ടാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പം അതെപ്പോഴും എവിടെയാണ് വരുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റമായിട്ട് തന്നെയാണ് വരുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. സി എന്താ പറയുന്നത്? റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇപ്പം നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഐറ്റംസ് ആണോ റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്? അല്ല. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന് എക്സാമ്പിളാണ് റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ് എന്ന് പറയുന്നത്. സോ സി എന്ന് പറയുന്ന ഫോൾസ് ആണ്. ഡി എന്താണ്? ഇഫ് ദ ടോട്ടൽ ഓഫ് ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് മോർ ദാൻ ദ ടോട്ടൽ ഓഫ് ദി ഡെബിറ്റ് സൈഡ് ദ ഡിഫറൻസ് ഈസ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ്, റൈറ്റ് സൈഡ് അത് കൂടി നിൽക്കുമ്പം നമുക്ക് ബാലൻസ് എവിടെയാണ് വരേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ്. ആ ഡെബിറ്റ് സൈഡിൽ വരുന്ന ബാലൻസിന് വിളിക്കുന്നത് എന്ത് തന്നെയാണ്? നെറ്റ് പ്രോഫിറ്റ് എന്ന് തന്നെയാണ്. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 117 മാച്ച് ദ ഫോളോയിങ്. എ, ബി എന്ന് പറഞ്ഞ് 2 പാർട്ടിൽ തന്നിട്ടുണ്ട്. എ പാർട്ടിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ക്രെഡിറ്റഡ് ടു 2. അപ്പോൾ നമുക്ക് ഓരോന്ന് മാച്ച് ചെയ്ത് നോക്കാം. എയിൽ കിടക്കുന്ന ഫസ്റ്റ് ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ക്രെഡിറ്റഡ് ടു. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എവിടെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? ബിയിൽ നോക്കി എവിടെയൊക്കെ ഉണ്ടെന്ന്. ട്രയൽ ബാലൻസിലാണോ? ട്രേഡിംഗ് അക്കൗണ്ടിലാണോ? ക്രെഡിറ്റ് നോട്ടാണോ? ബാലൻസ് ഷീറ്റാണോ? ഡെബിറ്റ് നോട്ടാണോ? അപ്പോൾ നമുക്കറിയാം ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എവിടെയാണ് വരുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓപ്പണിംഗ് സ്റ്റോക്കും ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡും ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലുമാണ് വരുന്നത്. സോ എയുടെ മാച്ചായി വരുന്നത് ബി ആണ്. അല്ല, ഫസ്റ്റ് 1 മാച്ചായിട്ട് വരുന്നത് ബി ആണ്. നെക്സ്റ്റ് 2 ആക്യുറസി ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ട് ഈസ് ടെസ്റ്റഡ് ബൈ. അപ്പം നമുക്കൊരു ബുക്കിൻ്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരെന്താണ്? എന്ത് വെച്ചാണ് നമ്മൾ ഇപ്പോൾ ബുക്സ് എന്ന് പറയുന്നത് ഏത് ബുക്സാണ്? ലെഡ്ജേഴ്സാണ്. അപ്പോൾ ലെഡ്ജേഴ്സിൻ്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? ബിയിൽ നമുക്ക് ഏത് വരും? ട്രയൽ ബാലൻസ്. അപ്പം ലെഡ്ജേഴ്സ് ബുക്സ് എന്ന് ഇവിടെ ആക്യുറസി ഓഫ് ബുക്സ് എന്ന് മീൻ ചെയ്തേക്കുന്നത്, ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ന് മീൻ ചെയ്തേക്കുന്നത് ലെഡ്ജറാണ്. അപ്പം ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഈസ് ടെസ്റ്റഡ് ബൈ ട്രയൽ ബാലൻസ്. 2 എ. അടുത്ത 3ാമത്തെ ഓൺ റിട്ടേണിങ് ദ ഗുഡ്സ് ടു സെല്ലർ ദ ബയേഴ്സ് സെൻഡ്. അപ്പം ചില ഗുഡ്സുകൾ എന്താണ്? ഗുഡ്സ് ടു സെല്ലർ ബൈ. അപ്പം എന്താണ്? ഓൺ റിട്ടേണിങ് ദ ഗുഡ്സ് ടു സെല്ലർ. സെല്ലർക്ക് എന്ത് വന്നു? നമുക്ക് ഗുഡ്സ് തിരിച്ചു വന്നു. ഓൺ റിട്ടേണിങ് ദ ഗുഡ്സ് ടു സെല്ലർ ദ ബയ്യർ സെൻഡ്. ബയ്യർ എന്ത് സെൻഡ് ചെയ്ത് കൊടുക്കണം? സെല്ലർക്ക് ഗുഡ്സ് തിരിച്ചു വന്നാൽ ബയ്യർ എന്ത് സെൻഡ് ചെയ്ത് കൊടുക്കണം? എന്താണ് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്? 3 ഡെബിറ്റ് നോട്ടാണ്. ഡെബിറ്റ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് 4 ഫിനാൻഷ്യൽ പൊസിഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ. ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ബാലൻസ് ഷീറ്റ് വെച്ചിട്ടാണ്. സോ ബാലൻസ് ഷീറ്റ്. അപ്പം 4 സി. 5 ഏതാണ്? ഓൺ റിസീവിങ് ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് ഫ്രം ബയ്യർ ദ സെല്ലർ സെൻഡ്. അപ്പം നമുക്ക് എങ്ങനെയാണ്? റിട്ടേൺ വരെയാണ്. ഗുഡ്സ് ഫ്രം ദ ബയ്യർ ദ സെല്ലർ സെൻഡ്. സെല്ലർ എന്താണ് സെൻഡ് ചെയ്യുന്നത്? ബയ്യർക്ക് ക്രെഡിറ്റ് നോട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ക്രെഡിറ്റ് നോട്ട്. ഇപ്പം നമുക്ക് എന്താണ്? ഓൺ റിസീവിങ് ദ റിട്ടേൺ ഗുഡ്സ് ഫ്രം ബയ്യർ ടു ദ സെല്ലർ. അപ്പം നമ്മുടെ ബിസിനസ്സിൽ നിന്നും കുറച്ച് ഒരു കസ്റ്റമർ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട്, തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്ക് തരുന്ന നോട്ടാണ് എന്ത്? ക്രെഡിറ്റ് നോട്ട്. നമ്മൾ എഴുതി വെക്കുന്ന നോട്ടാണ് ക്രെഡിറ്റ് നോട്ട്. തിരിച്ച് നമ്മളുടെ സ്ഥാപനം സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു, നമ്മുടെ ബിസിനസ് ഫേം വാങ്ങിച്ചു. അതിൽ കുറച്ച് ഡാമേജസ് വന്ന സാധനം നമ്മൾ സപ്ലയർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എഴുതി വിടുന്ന നോട്ടാണ് എന്ത്? ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും കറക്റ്റായിട്ട് ആ ലോജിക്ക് വെച്ച് മനസ്സിലാക്കി വെക്കണം. അപ്പം ഇതാണ് മാച്ച് ദ ഫോളോയിങ്. നെക്സ്റ്റ് 118ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ്.
ഓപ്ഷൻ എ ട്രയൽ ബാലൻസ്, ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സി ബാലൻസ് ഷീറ്റ്, ഡി ബി ആൻഡ് സി. അപ്പോൾ ഏതൊക്കെ ചേരുന്നതാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്? ഏതൊക്കെ ചേരുന്നതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും ചേരുന്നതാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസ് അതിൽ വരുമോ? ഇല്ല. ട്രയൽ ബാലൻസ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സോഴ്സ് മാത്രമാണ്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. 119ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് അസർട്ടൈൻമെൻറ്റ് ഓഫ് ദി ഫോളോയിങ് പ്രോഫിറ്റ് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഒരു ക്രോണോളജിക്കൽ ഓർഡർ എങ്ങനെയാണെന്നാണ് നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ എങ്ങനെ? ഓപ്ഷൻ എ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ്. ഓപ്ഷൻ ബി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. ഓപ്ഷൻ സി ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. ഡി ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണെന്നറിയാം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് ഏതാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് വരുന്നത് ഏതാണ്? നമുക്ക് പഠിച്ചിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് ആണ്. സോ ആദ്യം വരേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഏതാണ്? നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് കഴിഞ്ഞ് വരേണ്ടതാണ്. ഗ്രോസ് പ്രോഫിറ്റ് കഴിഞ്ഞ് നമുക്ക് എന്ത് വേണം? നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നെറ്റ് പ്രോഫിറ്റിൻ്റെ ലാസ്റ്റാണ്. എല്ലാ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളും ലെസ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളതാണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം അവസാനവും കിട്ടി. ഗ്രോസ് പ്രോഫിറ്റ് ആദ്യം, അവസാനം നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണമുണ്ട്. ഏതാണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ മെട്രിക്സ് ആണ്. അത് എങ്ങനെയാണ് വരുന്നത്? സബ്സ്ട്രാക്ട് ഓൾ ഓപ്പറേഷണൽ കോസ്റ്റ് ഫ്രം നെറ്റ് സെയിൽസ്. അപ്പം നെറ്റ് സെയിൽസിലുള്ള ഓപ്പറേഷണൽ കോസ്റ്റുകളെല്ലാം സബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട്, അപ്പം നെറ്റ് സെയിൽ എവിടെ വരുന്നത്? ട്രേഡിങ്ങിലാണ്. ട്രേഡിങ്ങിൽ ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി നമ്മളെന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിലാണ് എടുക്കുന്നത്. നെറ്റ് സെയിൽ. അപ്പം നെറ്റ് സെയിലും എവിടെയാണ് വരുന്നത്? ട്രേഡിങ്ങിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, പിന്നെന്താ? നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? സി. നെക്സ്റ്റ് 120ാമത്തെ ക്വസ്റ്റ്യൻ, വൈൽ കാൽക്കുലേറ്റിംഗ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ദ ഫോളോയിങ് ആർ നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കാത്തത് ഏതാണെന്നാണ്. എടുക്കാത്ത ഐറ്റം എ നോർമൽ ട്രാൻസാക്ഷൻ, ബി അബ്നോർമൽ ഐറ്റംസ്, സി എക്സ്പെൻസസ് ഓഫ് പ്യുവർലി ഫിനാൻഷ്യൽ ഇൻ നേച്ചർ, ഡി എ ആൻഡ് ബി. അപ്പോൾ ഇതിലേതാണ് നമ്മൾ എടുക്കാത്ത ഐറ്റം? ഓപ്പറേഷണൽ പ്രോഫിറ്റ് കാണാൻ നോർമൽ ട്രാൻസാക്ഷൻ എടുക്കും, അബ്നോർമൽ ഐറ്റംസും എടുക്കും. അപ്പോൾ ഇതിൽ സി ആണ് വരാത്തത്. സി പ്യുവർലി ഫിനാൻഷ്യൽ നേച്ചർ വരുന്നത് നമ്മൾ എടുക്കില്ല. പ്യുവർലി ഫിനാൻഷ്യൽ നേച്ചർ വരുന്ന ഐറ്റംസ് ഒന്നും നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി എടുക്കില്ല. 121ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? താഴെ കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇക്വേഷൻ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷനാണ്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ. നമുക്കറിയാം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ഓപ്ഷനിൽ എന്താ പറയുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അത് കാണുമ്പോഴേ നമുക്കറിയാം അല്ല എന്ന്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടെണ്ണം മൈനസ് വരില്ല, അവസാനത്തെ ഇൻകം മാത്രമേ നമ്മൾ മൈനസ് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അത് വരുമോ? അതെല്ലാം പ്ലസ് ചെയ്യുവാണ് വരുന്നത്, അതും വരില്ല. അടുത്ത ഏതാണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഓക്കെ, നമ്മൾ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൂട്ടി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നത്. അടുത്ത ഓപ്ഷൻ നോക്കണോ? വേണ്ട, കാരണം അതിൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്തേക്കുക ചെയ്യുന്നത് എക്സ്പെൻസസ്. അപ്പോൾ അതുമല്ല, നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി നെറ്റ് പ്രോഫിറ്റിൽ നിന്നും എന്ത് കൂട്ടണം? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൂട്ടി എന്താണ് നമ്മൾ കുറയ്ക്കേണ്ടത്? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ സി. ഇത്ര ക്വസ്റ്റ്യനേ ഉള്ളൂ. താങ്ക് യു.